ഹലോ ഗായ്സ്, കാശീസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മൂന്നാർ ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഒരു സെറ്റ് സ്ഥലമാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഗൈസ്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മൂന്നാറിൻ്റെ കവാടം എന്ന് പറയുന്ന പാലത്തിലേക്കാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കണ്ടത് മൂന്നാറിൻ്റെ കവാടം എന്ന് പറയുന്ന പാലമാണ് ഗൈസ്. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് ഇത്. നമ്മൾ പോകുമ്പോൾ ഒരു വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ടുണ്ട് ഗൈസ്. നമ്മൾ ആദ്യമായിട്ടാണ് ഇത്ര ലോങ് ട്രിപ്പൊക്കെ വരുന്നത്. പിന്നെ വെള്ളച്ചാട്ടത്തിൽ വെള്ളമൊന്നുമില്ല, മഴയില്ലാത്തതുകൊണ്ട് ഒട്ടും വെള്ളവും ഇല്ല ഗൈസ്. നമ്മൾ ഇതിനെക്കാട്ടി വലിയൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു ദുബായിലോട്ട്. പക്ഷേ അന്ന് എനിക്ക് ഈ പ്രായമൊന്നുമില്ല. അപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഗൈസ്. വാവ നല്ല ഉറക്കമായിരുന്നു വണ്ടിക്കകത്ത് കിടന്ന്. വീട്ടിൽ നമ്മൾ ഇറങ്ങിയപ്പോൾ തൊട്ട് ഭയങ്കര ഉറക്കമായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് നമ്മളിവിടെ വണ്ടി സ്റ്റോപ്പാക്കിയപ്പോഴാണ് വാവ എഴുന്നേറ്റത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഗൈസ്. നമ്മൾ അവിടെ നിന്ന് അടുത്ത വണ്ടി കയറിയിട്ട് നേരെ ഉള്ളിലേക്ക് നമ്മൾ സ്റ്റേ ചെയ്യുമ്പോൾ റിസോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് പിന്നെ ഇവിടെ ഗൈഡൊന്നുമില്ല ഗൈസ്. നമ്മൾ പിന്നെ നമ്മുടെ സ്വന്തം ഗൂഗിൾ മാപ്പിൽ നോക്കിയൊക്കെ തന്നെയാണ് പോയത് ഗൈസ്. അപ്പോഴാണ് ഗൈസ് ഞാൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മലയൊക്കെ തന്നെ കണ്ടത്. നല്ല രസമുണ്ട് ഗൈസ് ഇത് കാണാൻ ഗൈസ്. അങ്ങനെ നമ്മൾ തേയിലത്തോട്ടങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഏകദേശം നമ്മൾ സ്പോട്ടിലേക്ക് എത്താറായിട്ടൊക്കെ തന്നെ ഉണ്ട്. ഇവിടെ അടുത്തായിട്ട് നമ്മൾ വണ്ടർ വാലി പാർക്ക്, അഡ്വഞ്ചർ പാർക്കുണ്ട്. പിന്നെ അങ്ങനെ ഇഷ്ടം പോലെ പാർക്ക്, അഡ്വഞ്ചർ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഗൈസ് അപ്പോൾ നമ്മളെ റിസോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ റിസോർട്ടിൽ ഒരു റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഗൈസ്. കണ്ടില്ലേ നമ്മളെ തേയിലത്തോട്ടത്തിൻ്റെ ഭംഗി ഗൈസ്. നമ്മൾ കുറച്ച് സമയം അറിയാതെ ഉറങ്ങിപ്പോയി ഗൈസ്. അപ്പോൾ നമ്മളുടെ റിസോർട്ടിൽ ഒന്ന് ഫ്രഷായി ഒന്ന് കിടന്ന് വൈകുന്നേരമൊക്കെ ആയപ്പോൾ നമ്മൾ വണ്ടി എടുത്ത് ഇറങ്ങി നമ്മൾ തേയിലത്തോട്ടം കാണാനായിട്ട് വന്നതാണ്. പിന്നെ പാർക്കുകളൊക്കെ നമുക്ക് കയറാൻ ടൈമില്ല ഗൈസ്. നമ്മൾ 4 മണിക്കായപ്പോൾ ഇറങ്ങി. പക്ഷെ എന്നാലും ടൈം നമുക്കില്ല, അതൊക്കെ അടയ്ക്കേണ്ട ടൈം ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് തേയിലത്തോട്ടത്തിലേക്ക് കടക്കാം ഗൈസ്. നിങ്ങളിപ്പോൾ ഈ കാണുന്ന മുഴുവൻ തേയിലത്തോട്ടമാണ്. നിങ്ങൾക്ക് മറ്റേ ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് കാണാത്തത്. ഫുള്ള് തേയിലത്തോട്ടമാണ്. നമ്മൾ ഇങ്ങനെ വഴിയുടെ മേളിലേക്ക്, ഇങ്ങനെ മലയുടെ മേളിലേക്ക് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു റോഡ് എങ്കിൽ പറയാം. നമ്മളിങ്ങനെ കയറി മേളിലോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. കുറേ നേരം നമ്മൾ പോകുന്നു. വാവയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഭയങ്കര പ്രശ്നമൊക്കെയാണ്. അപ്പോൾ നമ്മൾ കുറേ ദൂരം ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഗൈസ്. അപ്പോഴാണ് ഗൈസ് ഞാൻ ഒരു സൂപ്പർ സാധനം കണ്ടത്. നിങ്ങളും കണ്ടില്ലേ ഗൈസ്? ഒരു 2 തേയിലത്തോട്ടം 2 സൈഡിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നതിന് നടുക്കായിട്ട് റോഡ്. നല്ല സെറ്റ് സ്ഥലമാണ്. പിന്നെ ഇവിടെ വെയിലായാലും ഒരു ചൂട് അറിയാൻ പറ്റത്തില്ല. നല്ല തണുപ്പാണ് ഗൈസ്. ഇവിടെ തേയിലത്തോട്ടത്തിൻ്റെ ചുറ്റും വേലിയൊക്കെ കെട്ടിയിട്ടുണ്ട്. തേയിലത്തോട്ടത്തിൽ കേരളം എന്നാണ് ബോർഡുള്ളത് ഗൈസ്. ഈ ഒരു നമ്മൾ മൂന്നാർ ട്രിപ്പ് വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പാർട്ട് 2 എന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ പാർട്ട് 2 ഞാൻ ഇടാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇപ്പോഴും തേയിലത്തോട്ടത്തിൽ കഴിഞ്ഞിട്ടില്ല. നമ്മൾ മേളിലോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇനിയും കുറേ മേളിലോട്ട് വഴികൾ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ സ്ഥലവും കറങ്ങിയതിന് ശേഷം നമ്മൾ റിസോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെ ഗൈഡൊന്നും ഇല്ല. പിന്നെ നമ്മൾ ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കിയാണ് ഓരോ സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് അങ്ങോട്ടൊക്കെ പോകുന്നത്. പിന്നെ നമ്മൾ ഗൂഗിൾ മാപ്പാണ് ഗൈസ് നമുക്കൊരു ലക്ഷ്യമുള്ളൂ ഗൈസ്. വാവ നല്ല കരച്ചിലായിരുന്നു പാർക്കിൽ കയറണമെന്ന്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പാർക്കിലോട്ടാണ് നേരെ പോയിക്കൊണ്ടേ ഇരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ടെമ്പിൾ കണ്ടായിരുന്നു ഗൈസ്. നല്ല തണുപ്പൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. കോടയൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും വയ്യ ഗൈസ്. ഇനി തിരിച്ച് നമ്മൾ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് ചെല്ലുമ്പോൾ
എന്താ അവസ്ഥയെന്ന് അറിയത്തില്ല. ഇവിടെ നിന്നൊന്നും വലുതാതെ പറ്റത്തില്ല. അങ്ങ് നമ്മളെ സ്ഥലത്ത് അങ്ങ് എത്തുമ്പോഴേക്കും ഗൈസ് ആദ്യം എനിക്കായിരിക്കും ഗൈസ് വരുന്നത്. കാരണം എനിക്കിങ്ങനെ ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ ഇങ്ങനെ അസുഖമൊക്കെ വരുന്നതാണ്. അങ്ങനെ ഗൈസ് നമ്മൾ പിന്നെ പൈൻ ട്രീസൊക്കെ ഉള്ള ഒരു ഏരിയയിലോട്ട് എത്തിയിട്ടുണ്ട്. ഗൈസ് കണ്ടിരുന്ന ഇതാണ് ഞാൻ പറഞ്ഞത്. നല്ല സെറ്റ് സ്ഥലമാണ്. പക്ഷെ നമുക്ക് ഇങ്ങോട്ടൊന്നും എൻട്രി ഇല്ല. വേണമെങ്കിൽ വലിഞ്ഞു പിടിച്ചൊക്കെ കയറണം. പക്ഷെ അങ്ങനെയൊന്നും കയറിക്കൂടാ. ബോർഡ് തേയിലത്തോട്ടത്തിൻ്റെ ഒന്നും എൻട്രി ചെയ്യാൻ പാടില്ല. അത് സ്വകാര്യ വസ്തുവാണ്. ബ്യൂട്ടിഫുൾ മരമാണ്. ഫുള്ള് പർപ്പിൾ പൂവൊക്കെ ആയിട്ട് നിറങ്ങി നിൽക്കുന്നതാണ്. ഹലോ ഗൈസ്, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് രാമസ്വാമി അയ്യർ ഡാമിലാണ്. അപ്പോൾ ഒരു കുഞ്ഞു ഡാമാണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് നോക്കിയതാണ്. കുഞ്ഞു ഡാമാണ്. അപ്പുറത്ത് വെച്ച് കല്ലൊക്കെ വെച്ച് കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇതൊക്കെയാണ്. നിങ്ങൾ കണ്ടു നോക്കൂ. അപ്പോൾ ഗൈസ്, നമ്മൾ എൻ്റെ വീഡിയോ കാണുന്ന മിക്കവരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അതുകൊണ്ട് എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക, ലൈക്കും കൂടെ വെക്കാൻ നോക്കുക. ഓക്കെ ഗൈസ്, നല്ല രസമില്ല ഗൈസ് ഇങ്ങനെ കാണാൻ. വെള്ളമുള്ള സമയത്ത് നന്നായിട്ടിരിക്കും ഗൈസ്. ഇപ്പോൾ വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഗൈസ്, ഡാമിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു പാർക്ക് ഉണ്ടായിരുന്നു. നമ്മൾ നേരെ അവിടേക്ക് ടിക്കറ്റ് എടുത്തിട്ട് പോവുകയാണ്. അപ്പോൾ ഞാനാണെങ്കിൽ ഇങ്ങനെ ലൈറ്റ് റൗണ്ടിൽ വെച്ചിട്ടുള്ള ഒരു വഴി കൂടി ഇങ്ങനെ നടന്ന് വെക്കൊണ്ടിരിക്കുകയാണ്. ഒരു കുളമൊക്കെ ഉണ്ട്, പിന്നെ അല്ല കുറേ പൂവുകൾ. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സിപ്പ് ലൈനിൻ്റെ ടവർ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. വാവ പിന്നെ ഓടിച്ചെന്ന് കുഞ്ഞുങ്ങളിലൊക്കെ മറ്റേ ഊഞ്ഞാലിലൊക്കെ കയറിയിരുന്നു. ഗൈസ്, ഇവിടെ വരുന്ന വരെ വണ്ടിക്കകത്ത് കുഴഞ്ഞ് ക്ഷീണിച്ച് കിടന്നതാണ്. ഇവിടെ വന്നപ്പോൾ പിന്നെ കയ്യിൽ നിൽക്കുന്നില്ല, ഒറ്റ ഓട്ടം. അപ്പോഴാണ് ഗൈസ് ഒരു മാവനാണെങ്കിൽ സിപ്പ് ലൈൻ യൂസ് ചെയ്ത് പോകണം നമ്മൾ കണ്ടത്. ഗൈസ്, ഇവിടെ നല്ല ക്ലൈമറ്റൊക്കെ തന്നെയാണ്. വാവ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. വന്ന പാടെ ഭയങ്കര എൻജോയിങ് ആണ്. വാവ വന്നപ്പോഴേ ഇതിൻ്റെ അകത്ത് കയറി ആടുകയായിരുന്നു. എന്നിട്ട് ഞാൻ നേരെ അവിടെ ഫോട്ടോ എടുക്കാനായിട്ട് കുറേ കല്ലുകളൊക്കെ വെച്ച് പിന്നെ ഒരു ജിറാഫൊക്കെ വെച്ചിട്ടുള്ള അവിടെ വാവ അവിടേക്ക് ഓടിപ്പോയി. അപ്പോൾ ഞാനും ഫോട്ടോ എടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് ഓടിപ്പോയിട്ടുണ്ടായിരുന്നു. ഇതൊരു ഗാർഡനാണ് ഈ നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇഷ്ടം പോലെ ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. പിന്നെ ഒരു അക്വേറിയം ഉണ്ട്, പക്ഷെ അതിപ്പോൾ വർക്കിംഗ് അല്ല. ഗൈസ്, ഇവിടെ കുറേ ആനിമൽ സ്റ്റാച്യൂസൊക്കെ ഉണ്ട്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നൊരു പാർക്കിലേക്ക് വന്നേക്കാണ്. ഇഷ്ടംപോലെ അഡ്വഞ്ചേഴ്സ് ഉണ്ട്. ഇവിടെ സിപ്പ് ലൈൻ ഉണ്ട്, പിന്നെ ഇത് സിപ്പ് ലൈന് അല്ലാതെ കുറേ കുട്ടികൾക്കുള്ളത്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഇവിടുത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ്, മൂന്നാറിലെ ട്രിപ്പിൻ്റെ. അവർ കേസ് ഇവിടെയൊക്കെ നല്ല സെറ്റപ്പായിട്ട് അറേഞ്ചൊക്കെ ചെയ്തിട്ടുണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ടു. വാവ കുഞ്ഞുനാൾ തൊട്ടേ പറയുക എനിക്ക് കിൻഡർ ജോയ് വാങ്ങിച്ചു തരണമെന്ന്. അപ്പോൾ നമ്മളിപ്പോഴാണ് കിൻഡർ ജോയ് നമ്മൾ കിൻഡർ ജോയ് എല്ലാം കഴിച്ച് മറ്റേ നമ്മൾ നിന്നൊരു സ്റ്റോപ്പിൽ നിന്ന് നമ്മളങ്ങോട്ട് നടന്നങ്ങോട്ട് പോവുകയാണ്. ഗൈസ്, നമ്മളിവിടെ ഒരു ആനയുടെ സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വാവയെ കാണിക്കാനായിട്ട് കൊണ്ടുപോവാണ് അങ്ങോട്ടേക്ക്. ഗൈസ്, നിങ്ങൾ ദൂരെ കാണുന്നില്ലേ, അതാണ് നമ്മൾ ആനയുടെ സ്റ്റാച്ചു. അപ്പോൾ നല്ല രസമുണ്ട് ദൂരെ നിന്ന് കാണാനും. ഗൈസ്, വാവയ്ക്ക് ഇവിടെയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇത്രയും നേരം നടന്നപ്പോഴേക്കും വാവ അച്ഛൻ്റെ കയ്യിലങ്ങ് കയറിയിരുന്നു. ഓക്കെ ഗൈസ്, ഇപ്പോൾ നമ്മൾ ആനയുടെ സ്റ്റാച്ചുവിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഗൈസ്, എൻ്റെ വാവയ്ക്ക് ആനയെ ഭയങ്കര ഇഷ്ടമാണ്. എവിടെ കണ്ടാലും വീഡിയോ കാണുവാണെങ്കിൽ എപ്പോഴും ആന എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കും. ഗൈസ്, വാവ അതിൻ്റെ അടുത്തൊന്നും മാറുന്നില്ല. അതിൽ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, വാവയും ഞാനും കൂടെ സ്വിമ്മിൽ നിന്ന് ഇറങ്ങി കളിക്കുമായിരുന്നു. അപ്പോഴാണ് വാവ ഒറ്റ ഓട്ടം ഓടിയിട്ട് ഒരു പുലിയുടെ മണ്ടയിൽ കയറാൻ പോയി. അപ്പോൾ പിന്നെ എന്നിട്ട് തിരിച്ചു വന്ന് സ്ലൈഡിൽ തന്നെ കളിക്കുകയാണ് ഇപ്പോൾ വാവ. പിന്നെ ഗൈസ്, നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് സ്പോട്ട് ഇവിടെ ലോങ് ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യുന്ന ആരായാലും ദി ബെസ്റ്റ് സ്പോട്ട് എവർ ഗൈസ്, നിങ്ങൾ ഇവിടെ തന്നെ വരണം ഗൈസ്. ഈ ഒരു പ്ലേസ് നിങ്ങൾ വരുമ്പോൾ നിങ്ങളെ കൂടെ
ചിൽഡ്രൻസ് ഉണ്ടെങ്കിൽ അവർക്കും ഇവിടെ ആണെങ്കിൽ കളിക്കാൻ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഗൈസ്, ഇവിടെ കുറേ നേരം നമ്മൾ നിന്നു. അപ്പോൾ ടൈം നന്നായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിന് തിരിച്ച് നമ്മൾ റിസോർട്ടിലേക്കാണ് പോകുന്നത്. അപ്പോഴാണ് ഗൈസ് സിബ്ലൈനിൽ രണ്ടാമത്തെ ആൾ പോകുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല കുളമല്ല ഗൈസ്, ചുമ്മാ ഇങ്ങനെ ഒരു അരുവി പോലെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കുറേ ചെടിയുണ്ട് ഗൈസ്. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട ആ ചെടികളൊക്കെയാണ്. നല്ല രസമൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കണ്ടോ ഗൈസ്, ലൈറ്റിംഗ് ഒക്കെ സെറ്റാണ്. അപ്പോൾ ഇവിടെയൊക്കെ കുറേ ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പോൾ വാവയ്ക്ക് എന്തെങ്കിലും ഹാപ്പി ആയിട്ടുണ്ട്. അങ്ങനെ ഗൈസ് നമ്മൾ വണ്ടിയിലേക്ക് കയറി ഇപ്പോൾ റിസോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തിക്കുക.